माझी लाडाची लाडाची ग आवड तिला चंद्राची चंद्राची ग. ആക്ച്വലി ഹൽദിക്ക് നമ്മൾ കുറേ ദിവസം ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. എല്ലാവരും ഓരോരോ സ്ഥലത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഓൺലൈനായിട്ടായിരുന്നു പ്രാക്ടീസ്. ഇനി എന്താണെന്ന് അറിയില്ല. माझी लाडाची लाडाची ग आवड हिला चंद्राची चंद्राची ग नवराई माझी नवसाची नवसाची ग अप्सरा जशी इंद्राची इंद्राची ग. औराई चली शर्माती घबराती वो पिया के घर इठलाती बल खाती वो सुरमई नैना छलकाती छलकाती वो पिया के घर भरमाती सकुचाती वो. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാനും വിഷ്ണുവും ഒരു 4 years ഓഫ് റിലേഷൻഷിപ്പിന് ശേഷം ഞങ്ങളുടെ ഒരു അന്ന് തൊട്ടുള്ള ഞങ്ങളുടെ ഒരു ഡ്രീമാണല്ലോ. അപ്പോൾ അതിന്ന് യാഥാർത്ഥ്യമായിട്ട് നടക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ടു see him, how he looks as a groom. പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട് മണ്ഡപത്തില്. ഞങ്ങള് എന്താ ഗ്രൂപ്പായിട്ട് കളിക്കും. എന്നിട്ട് അതിന്റെ ഇടയിൽ അവൻ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് കളിച്ചിട്ട് പിന്നെ പോകും. പിന്നെ റിസപ്ഷന് ഞങ്ങൾ ഡി വെച്ചിട്ടുണ്ട്. ഹലോ, ഇതൊന്ന് പിടിച്ചേ. എനിക്ക് ഗായത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം തങ്കുകുട്ടിയാണ്. തങ്കുകുട്ടി ചെറുപ്പം മുതലേ എന്താ പറയുക, ഞാനും തങ്കും എപ്പോഴും എന്താ പറയുക ടോം ആൻഡ് ജെറി പോലെയായിരുന്നു. എനിക്ക് തങ്കു എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ബോൾഡായിട്ട് സ്മാർട്ടായിട്ട് ഭയങ്കര ടാലൻറ്റഡ് ആണ്. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഒരു എക്സ്ട്രാ സിസ്റ്ററിനെ കൂടെ കിട്ടി. ലൈക്ക് എനിക്കിപ്പോൾ ടോട്ടലി 3 സിസ്റ്റേഴ്സാണ്. എനിക്ക് ഗായുവിനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടറിയാം. ലൈക്ക് ഞാൻ എൻ്റെ വീട് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പിന്നെ അവിടേക്ക് വന്നതാ. അപ്പോൾ ഞാൻ ചേച്ചി ഒരു സ്കൂളിലാണ്, ഞങ്ങൾ തമ്മിൽ 4 years ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വീടിൻ്റെ അവിടെ നിന്നിട്ട് ആൻറ്റി ഇതേ എനിക്കൊരു കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് ഗായുവിനെ എന്നെ കാണിച്ചു കൊടുത്തൊക്കെ ഗായു പറഞ്ഞിട്ടുണ്ട്.
പറയില്ല തങ്കു ഇങ്ങനെ നമ്മൾ വിട്ടുപോകുകയാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം തങ്കു പോണത് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ്. കാരണം എനിക്ക് വിഷ്ണുദാസിനെ അറിയാം, എൻ്റെ ഫാമിലീനെ എല്ലാം പരിചയപ്പെട്ടു, അവൻ്റെ ചേട്ടനെ അറിയാം. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ തങ്കുവിന് എല്ലാ വിധത്തിലും സന്തോഷവും എല്ലാം ഉള്ളൊരു സ്ഥലത്തേക്കാണ് അവൾ പോകുന്നത്. അതെ, ഇത് ഒരു ഗുഡ് ബൈ ഒന്നുമല്ല, അവള് പുതിയൊരു ന്യൂ ചാപ്റ്റർ ലൈഫിൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകുന്നു. വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. എല്ലാ ബ്ലെസ്സിങ്സും തങ്കുന് എന്തായാലും എന്നും ഉണ്ടാവും. It's like running through an open door. It's like fire.